നോവ് പടർത്തുന്ന ഓർമ്മകളും പേറിയാണ് വയനാട് മുണ്ടക്കയിൽ ബലിപെരുന്നാൾ പ്രാർത്ഥനകൾ നടന്നത്. ഉരുൾപൊട്ടലിൽ തകർന്ന പള്ളിയോട് ചേർന്നുള്ള മദ്രസ ഹാളിലായിരുന്നു പ്രത്യേക പ്രാർത്ഥന. ദുരന്തത്തിനു ശേഷം പല ഭാഗങ്ങളിലേക്ക് താമസം മാറേണ്ടി വന്നവർ വീണ്ടും പിറന്ന നാട്ടിൽ ഒത്തുചേർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാടും ഉറ്റവരും നഷ്ടപ്പെട്ടതിന്റെ വേദന നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു മുണ്ടക്കയിൽ ബലിപെരുന്നാൾ പ്രാർത്ഥനകൾ. കഴിഞ്ഞ പെരുന്നാളിന്റെ ഓർമ്മയുടെ സാക്ഷ്യമായി ഉരുൾപൊട്ടലിൽ തകർന്ന പള്ളി ഇപ്പോഴും കാണാം. ഈ നാടിന് നഷ്ടപ്പെട്ടത് പള്ളിയുടെ ഖത്തീബ് ഷിഹാബ് ഫൈസി ഉൾപ്പെടെ നിരവധി മനുഷ്യരെ. ഓർമ്മകളുടെ ഭാരവും പേറിയായിരുന്നു പെരുന്നാൾ നമസ്കാരം. സങ്കടങ്ങൾക്കിടയിലും പലയിടത്തേക്ക് ചിതറേണ്ടി വന്ന പ്രിയപ്പെട്ടവരെ ഒന്നിച്ചു കണ്ടതിന്റെ സന്തോഷം പലരും പങ്കുവച്ചു. ഇനി സന്തോഷത്തിന്റെ പെരുന്നാളില്ല, പെരുന്നാളാണുള്ളത്. അത് മാറുമായിരിക്കും, മാറുന്നുള്ള പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ ഒത്തുചേർന്ന് പുറത്തിറങ്ങുന്ന നേരത്തെ ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരെ ഞങ്ങൾക്ക് മധുരം തന്നിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല, അതൊരു വിഷമമുണ്ട്. എന്നാലും ഈ ഒത്തുചേരൽ വലിയൊരു ആശ്വാസം തന്നെയാണ്. ഷംസുദ്ദീൻ റഹ്മാനി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ കൂടെ ചേർന്ന് നിന്നൊരാൾ എന്നുള്ള നിലയ്ക്ക് ഇന്ന് സത്യത്തിൽ കണ്ണു നിറയാൻ ഇവിടെ വരുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് അന്ന് നമുക്ക് പ്രചോദനമായി നിന്നത്. അതിലുള്ള നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. ഇനിയും ഇങ്ങനെ കൂടാനും സന്തോഷിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ടി സിദ്ദിഖ് MLA-യും പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത് മുണ്ടക്കയിലായിരുന്നു. അതിൽ കഴിഞ്ഞ ബലിപെരുന്നാളിന് ഒന്നിച്ച് നമസ്കരിച്ച പല ആളുകളുമില്ല. മുണ്ടക്കൈ നിവാസികളായ ആളുകൾ മുഴുവൻ ഇപ്പം വീണ്ടും ബലിപെരുന്നാളിന് ഒത്തുചേരുന്നു എന്നുള്ളത് അവർ വല്ലാത്തൊരു അതിജീവനത്തിന്റെ ഒരു വല്ലാത്തൊരു പ്രതലം സൃഷ്ടിക്കലാണ്. മുണ്ടക്കൈ ഖബറിസ്ഥാനിലും പുത്തുമലയിലും പ്രത്യേകം പ്രാർത്ഥനകൾ നടന്നു. 24 വയനാട്.